ഈ അങ്ങനെയാണോ സജി? ഇപ്പൊ പൾസർ സുനി പറയാൻ പോകുന്നുണ്ടോ, അതായത് അന്നത്തെ ആ കത്ത് അത് ഞാൻ എഴുതിയ വ്യാജ കത്താണെന്ന് പറയാൻ പോകുന്നുണ്ടോ? എനിക്ക് ദിലീപുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറയാൻ പോകുന്നുണ്ടോ? ഞാൻ ദിലീപിന്റെ കൊട്ടേഷൻ എടുത്ത അല്ല എന്ന് പറയാൻ പോകുന്നുണ്ടോ സജി? ഇത് വെടക്കാക്കി തനക്കാക്കാന്ന് കേട്ടിട്ടുണ്ടോ അഷ്മി? ഇതിനകത്ത് ഈ നമ്മുടെ അമ്പലപ്പറമ്പിൽ ഈ കള്ളന്മാര് മാല മുട്ടിച്ചോണ്ട് ഓടും. ഓടിയിട്ട് അവർ വിളിച്ചു പറയും കള്ളൻ കള്ളൻ എന്ന്. അതാണ് എനിക്കിപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെയുള്ളത് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഭാഗം മാത്രമേ ഉള്ളൂ. പൾസർ സുനി സുപ്രീം കോടതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പ്രതികൾക്ക് പറയാനുള്ളപ്പോ ദിലീപിനാണ് നേട്ടം. പൾസർ സുനിയെ ഇതിനകത്ത് വേറെ തിരക്കഥ. ഞാൻ സംസാരിക്കും നിങ്ങൾ സംസാരിക്കണം, ഞാൻ സംസാരിക്കും നിങ്ങൾ സംസാരിക്കല്ലേ. 21 സാക്ഷികൾ കൂറുമാറി. കേട്ടോണം. ഇതുമായിട്ട് വിചാരണ കോടതി ചെന്ന് അവിടുന്ന് തള്ളിക്കളഞ്ഞു. അതുമായിട്ട് നേരെ ഹൈക്കോടതി പോയി, അതും തള്ളിക്കളഞ്ഞു. ലാസ്റ്റ് സുപ്രീം കോടതി ചെന്നു, ഹോസ്റ്റൈലായെന്ന് പറഞ്ഞു. സുപ്രീം കോടതി ഇവരോടൊരു വാചകം പറഞ്ഞു. എന്താണെന്നറിയോ? നിങ്ങൾ മാലാഹമാർ ചമയരുത്. ഇതൊക്കെ മറന്നുപോയോ? പൾസർ സുനി എന്ന് പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞ് അവിടെ ഉണ്ടായ ഗൂഢാലോചന, അവിടുത്തെ LLB വിദ്യാർത്ഥി കത്തെഴുതിയിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ നമ്മുടെ എല്ലാ ചാനലിലും ആ ബൈറ്റ്സ് കിടപ്പുണ്ടല്ലോ. ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാന്ന് ആദ്യം പറഞ്ഞു. അത് നിങ്ങൾ കുറച്ച് പേര് മനഃപൂർവ്വം അതങ്ങ് മാറ്റി. അല്ല സജി, ഞാൻ പങ്കെടുത്തവരാണ്. നേർക്കുന്ന ചോദ്യം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന പൾസർ സുനി സംസാരിക്കുമല്ലോ, സംസാരിച്ചു തുടങ്ങുമ്പോൾ വാ തുറക്കുമ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഇത് ദിലീപേട്ടൻ തന്ന കൊട്ടേഷൻ അല്ല, ഞാൻ എന്തോ സമ്മർദ്ദത്തിന് വഴങ്ങി എഴുതിയ കത്താണത്, ഞാൻ പണം ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്ക് പണമൊന്നും കിട്ടാനില്ല, ഇത് ഞാൻ തന്നെ എനിക്കൊരു രസത്തിന് ഞാൻ ചെയ്ത സംഭവമാണ് എന്ന് പറയാനല്ലേ സാധ്യത ശ്രീ സജി നന്ദിയാട്ടെ? ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഈ പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെ ചായ്പിലാണോ 7.5 വർഷമായിട്ട് താമസിക്കുന്നത്? അല്ലല്ലോ. 7.5 വർഷമായി ജയിലിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾ അവിടുത്തെ എല്ലാ മൂവ്മെന്റും പോലീസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആണല്ലോ, ഒരു സ്വാതന്ത്ര്യമില്ല നിൽക്കുന്ന ഒരാളാണല്ലോ. ഈ വ്യക്തി എന്ത് ചെയ്താലും ആ ജയിൽ വകുപ്പിന് അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എവിടെയാണ്? അപ്പൊ കള്ളം കപ്പലിൽ തന്നെ. അല്ല സജി നന്ദിയാട്ടെ, പൾസർ സുനിയെ കൊണ്ട് ദിലീപിന് കൊട്ടേഷൻ കൊടുപ്പിച്ചത്. അല്ല സജി നന്ദിയാട്ടെ, താങ്കൾ പറയുന്നത് നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. അല്ല, അപ്പൊ താങ്കൾ പറയുന്നത് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ തന്നെയാണ് എന്നാണോ പറയുന്നത്? എന്റെ ചോദ്യം ഇത് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ അല്ല എന്ന് തിരുത്തി പറയുമോ പൾസർ എന്നാണ്. അപ്പൊ താങ്കൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ എന്തോ പറയണം. താങ്കൾ നേതൃത്വം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആഷ്മിക്ക് എന്താണ് വേണ്ടത്? ആഷ്മിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, പശു ചത്ത് മോരിലെ പുളിയും പോയി. പുളി പോയിട്ടില്ല, പുളി പോവും. 1800 പേജുള്ള കുറ്റപത്രം. നിങ്ങള് ഒന്നാമത്തെ കാര്യം ആഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും അങ്ങനെ പൊട്ടന്മാരൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും മൂക്ക് താഴോട്ടിരിക്കുന്നവരുമാണ്, ചോറ് ഭക്ഷണം അരിയാഹാരം കഴിക്കുന്നവരുമാണ്. ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം പറഞ്ഞില്ലല്ലോ. കുറെ നാളുകൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഒരു കത്ത് വെളിയിൽ പോവുക. ആ കത്തിൽ എഴുതിപ്പിച്ചത് ഗൂഢാലോചന, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് പൾസർ സുനി ശിക്ഷിക്കപ്പെടണം. കോടതിയിലിരിക്കുകയാണല്ലോ. അത് കോടതിയിലിരിക്കുകയാണല്ലോ സജി. പക്ഷേ ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. അല്ല, ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു എന്താണ് സുപ്രീം കോടതി ഈ പറയുന്ന എന്താണ് വിചാരണ അനന്തമായി നീളുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് കോർട്ട് എന്ന് കോടതി ചോദിക്കുകയാണ്, സുപ്രീം കോടതി ചോദിക്കുകയാണ്. പിന്നീട് പറയുകയാണ് ഈ ദിലീപിൻ എന്ന് പറയുന്ന ഈ 8ാം പ്രതിയുടെ മാത്രം അഭിഭാഷകൻ, 8ാം പ്രതി മാത്രം അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇരുത്തി വിസ്തരിക്കുന്നത് 87 ദിവസമാണ്. മൊത്തം 105 ദിവസം തോന്നുന്നു കേട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥനെ. കോടതി പറയുന്നത് വിചാരണ കോടതി ഇടപെടാത്തത് ദൗർഭാഗ്യകരമാണ് എന്ന് കോടതി പറയുകയാണ്. 109 ദിവസങ്ങൾ ഇരുത്തി വിസ്തരിക്കുകയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ. സജി നന്ദിയാട്ടെ, ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഇതുപോലൊരു കേസ്, ഇത് വലിയ കലാപ കേസോ വലിയ റയട്ടൊക്കെ ആണെങ്കിലും ഓക്കെ, ഇത് ക്ലിയർ കേസല്ലേ സാർ? ഇതൊരു ക്ലിയർ കേസല്ലേ? ഇവിടെ റേപ്പ് ഉണ്ടായിരിക്കുന്നു, അത് രാജ്യചരിത്രത്തിൽ ആദ്യമായി തെരുവിൽ നടന്ന റേപ്പാണ്. ആ റേപ്പ് ഒരു കൊട്ടേഷൻ വാങ്ങി നടത്തിയ റേപ്പാണ്. അതിനപ്പുറം എന്താണ് അതിൽ ദുരൂഹത? അല്ല, ആഷ്മി സംസാരിക്കാനാണ്. ആഷ്മി കോളാമ്പി ആയിക്കോ, ഞാൻ നിർത്തിയേക്കാം. ആഷ്മി കോളാമ്പി ആകാനാണ്. ഞാനില്ല, ആഷ്മി പറഞ്ഞ മുഴുവൻ കേട്ടോണ്ടിരിക്കാനല്ല. ഞാനൊരു കാര്യം എന്നോട് ചോദിക്കുന്ന ഉത്തരം പറയാൻ സമ്മതിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാറ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നത് ദയവ് ചെയ്ത് കേരളം കേൾക്കട്ടെ, സാമാന്യ ബുദ്ധിയുള്ളവർ കേൾക്കട്ടെ. ഈ കേസ് വിചാരണ എപ്പോഴാണ് ആദ്യം തടസ്സപ്പെട്ടത്?
ഞാൻ പറയട്ടെ, വിചാരണ തടസ്സപ്പെട്ടത് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയപ്പോഴല്ലേ. രണ്ടാമത് വിചാരണ 2022 ഡിസംബർ അവസാനം 261 സാക്ഷി, 261 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനിരിക്കുമ്പോ പെട്ടെന്ന് ഒരാളുടെ എൻട്രി, ആരാണ് എൻട്രി ചെയ്തത്, പ്രവേശിപ്പിച്ച് വന്നത് ഒരു കഥയുമായിട്ട്? ആരാണ്? ബാലചന്ദ്രകുമാർ. അപ്പോൾ ആരാണ് കേസ് വഹിപ്പിച്ചത്? പിന്നെ ദിലീപ് പരാതി കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ കഥയുമായി വന്നെന്ന് പറഞ്ഞെങ്കിൽ ഈ ബാലചന്ദ്രകുമാർ എന്താണ് അല്ല സജി പറഞ്ഞു ഇല്ലേ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് വിചാരണ എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ആൾക്കാണ് പൈസ കൊടുത്തത്. എന്തിനാണ് 10 ലക്ഷം അതെ അല്ല സജി പറഞ്ഞു അല്ലല്ല അല്ല സജി പറഞ്ഞു പൂർത്തിയോടെ. ഭയങ്കര സംഭവ, അത് സിനിമയുടെ ഭാഗമല്ല. ഭയങ്കര. ഞാൻ ചോദിക്കട്ടെ, ദിലീപ് എന്ന് പറഞ്ഞ ആളെ ശിക്ഷിക്കാൻ 2 കാര്യം മതി. 260 സാക്ഷിയൊന്നും വേണ്ട, 1500 പേജും വേണ്ട, 2 കാര്യം മതി. എന്താണ്? പൾസസുനെയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. നിയമം അറിയാവുന്ന LLB പഠിക്കുന്ന സാധാരണക്കാരായ മുഴുവൻ ആൾക്കാർ ഈ ചർച്ച 24 കേട്ടോണ്ടിരിക്കുക, ലക്ഷോപലക്ഷം ജനങ്ങൾ. അവർ പറയട്ടെ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കേരളം പറയട്ടെ. 2 കാര്യം പൾസസുനെയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ഇത് ഒന്നാമത്തെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. എന്റെ ചോദ്യം ഇന്ന് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയാണ് അമ്പരക്കുന്നത്. സുപ്രീം കോടതി അമ്പരക്കുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കോടതി ഹതാശമായി ചോദിക്കുകയാണ്. ഇവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 നാൾ ഇരുത്തി എന്താണ് ഈ വിസ്തരിക്കുന്നതിൽ അവിടെ വിചാരണ കോടതി ഇടപെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഇടപെടാത്തത് ദൗർഭാഗ്യകരമാണെന്ന് സുപ്രീം കോടതി പറയുകയാണ്. അങ്ങേക്ക് മറ്റേതെങ്കിലും കേസിന്റെ ഒരു ചരിത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ 105 ദിവസം ഇരുത്തി വിസ്തരിച്ച ഒരു ചരിത്രം ചൂണ്ടിക്കാണിക്കാമോ? സമാനമായ ഒരു റേപ്പ് കേസിൽ അല്ലാതെ 1500 പേജില് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യം അതിനകത്തില്ല ആഷ്മി. രണ്ടാമത്തെ കാര്യം, 260 സാക്ഷികളുണ്ട്, ഇത്ര ദിവസിക്കാൻ തീർക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? സുപ്രീം കോടതിയിലേക്ക് സർക്കാർ കൊടുത്തു. സർക്കാർ ആരാ? പ്രോസിക്യൂട്ടർ. സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ കൊടുത്തു. എന്ത് ഇവിടെ ഇത്രയും ദിവസമായി നീളുന്നു എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ പരാതി കൊടുത്തപ്പോഴാണ് സുപ്രീം കോടതി കമന്റ് പറഞ്ഞത്. അത് വാക്കാൽ പറഞ്ഞതാണ്. അതല്ലാതെ സുപ്രീം കോടതി സ്വമേധ ഈ കേസിൽ ഇടപെട്ടു എന്ന് വ്യാഖ്യാനിക്കല്ലേ ആഷ്മി. ഇതിനകത്ത് ഇവിടെ ഇവര് പറയുന്നത് ഈ മൊഴി മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. 2 കാര്യം തെളിയിച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. എന്താണ്? ദിലീപ് പണം കൊടുത്തിട്ടുണ്ടോ? പണം പൾസസുനി വാങ്ങിയിട്ടുണ്ടോ? ദിലീപും പൾസസുനിയും തമ്മിൽ ബന്ധമുണ്ടോ? ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ തെളിവ് മതി ആഷ്മി. 1500 തെളിവൊന്നും വേണ്ട. ഒരാൾ ഡിസംബറിനകം ഏകദേശം തീരുമാനം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പൾസസുനി ഇപ്പൊ ഇറങ്ങിയതിനെ ഒരു ശുഭസൂചകമായി ഞാൻ കാണുന്നില്ല ആഷ്മി. വരും ദിവസങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തും നമ്മളോട്. അല്ല, ആർക്കും ശുഭസൂചകമായി കാണുന്നില്ല എന്ന് മൊത്തത്തിൽ വരട്ടെ. അല്ല, താങ്കൾ അങ്ങനെ പറഞ്ഞു പോരുത്. അത് ഇരയ്ക്കോ പ്രതിക്കോ അല്ല. സജീവന്തിയാട്ടെ അല്ല, പൾസർ സുനി ഇപ്പോൾ പുറത്തിറങ്ങി വരുന്നത് ശുഭസൂചകമല്ലാത്തത് ഇരയ്ക്കാണോ പ്രതിക്കാണോ? സജീവന്തിയാട്ടെ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് ദിലീപിന് ദോഷം ചെയ്യുമെന്നാണ് ഇതിൽ ഒരു സംശയം വേണ്ട. ഇതിനകത്ത് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെയൊക്കെയോ ഒരുങ്ങിയിട്ടുണ്ട്, പല തലകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കത് ശുഭസൂചന അല്ലെങ്കിൽ മറ്റു ചിലർക്ക് അത് ശുഭസൂചന ആകാമല്ലോ. അങ്ങനെയാണെങ്കിൽ ശരി, അത് താങ്കൾക്കത് ശുഭസൂചന അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ അത് ശുഭസൂചന ആകാമല്ലോ സാർ. ശരി, അത് താങ്കളുടെ ഭാഗത്ത് പറഞ്ഞാണ്. ഓക്കെ, മനസ്സിലായി. എന്തായാലും ഇന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇയാൾ പുറത്തിറങ്ങിയാൽ ഇയാളുടെ പക്കൽ ഈ ദൃശ്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഇയാളുടെ പക്കൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പക്കൽ ഈ ദൃശ്യങ്ങളുണ്ട്. ഏത് ദൃശ്യങ്ങളാണ്? കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ റേപ്പിന്റെ ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവർ ഇന്റിമിഡേറ്റ് ചെയ്യുമോ എന്ന കാര്യമടക്കം കോടതി സർക്കാർ ആശങ്ക ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ആർക്കാണ് ഇത് ശുഭസൂചകമാവുന്നതല്ല എന്നുള്ള കാര്യം. ഞാൻ തിരികെ ഹസ്കറിലേക്കാണ് ചെറിയൊരു സർക്കാർ മുഖ്യമന്ത്രി അല്ലല്ലോ. ശരി.